രാത്രിയായപ്പോൾ പെട്ടെന്ന് എന്തോ കഴിക്കാനായിട്ട് ഒരു തോന്നൽ. എത്ര ആലോചിച്ചിട്ടും എന്തുണ്ടാക്കണമെന്ന് പിടികിട്ടുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോൾ തോന്നി ഹാഷ് ബ്രൗൺ ഉണ്ടാക്കാമെന്ന്. അങ്ങനെ 3 ഉരുളക്കിഴങ്ങിന്റെ തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തു. ഒത്തിരി നേരം ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതിന്റെ കളറൊക്കെ ചേഞ്ച് ആവും. അതിന് മുമ്പ് തന്നെ നമുക്കിതൊരു വലിയ ബൗളിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിന് മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം കൈകൊണ്ട് ദാ ഇതുപോലെ ഒന്ന് ഞെരടി കൊടുക്കണം. എന്നിട്ട് ഇതിന്റെ സ്റ്റാർച്ച് ഒക്കെ റിമൂവ് ചെയ്യണം. എന്നിട്ട് നമ്മളൊരു സ്ട്രെയിനർ ഉപയോഗിച്ച് ഇതിന്റെ വെള്ളമെല്ലാം നന്നായിട്ട് കളഞ്ഞതിന് ശേഷം ദാ കൈകൊണ്ട് ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ബാക്കിയുള്ള വെള്ളം കൂടെ ഇതുപോലെ അങ്ങ് റിമൂവ് ആയി കിട്ടും. എന്നിട്ട് നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് കൈകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര ശക്തിയിൽ ഇതിന്റെ വെള്ളമെല്ലാം കളയാൻ പറ്റുമോ അത്രയും ശക്തി ഉപയോഗിച്ച് നിങ്ങൾ ഇതിന്റെ വെള്ളമെല്ലാം കളയണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് വെള്ളം ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കിത് കുഴയ്ക്കുന്ന സമയത്ത് കുറച്ച് പാടായിരിക്കും. ഇനി ഇതിന്റെ ബാക്കി വെള്ളം കൂടെ റിമൂവ് ചെയ്യാൻ വേണ്ടി ആദ്യം ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ല ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു ഹാഫ് കുക്ക് ആവുന്നിടം വരെ നമുക്ക് ഇതുപോലെ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിന്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് ദാ ഈ ഒരു കളറിലേക്ക് വരില്ലേ, ആ സമയമാകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി ഇത് രണ്ടും ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നല്ല ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കണം. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. എങ്കിൽ മാത്രമേ നമുക്ക് കൈ കൊണ്ട് ഉരുളകളാക്കി ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി കയ്യിലേക്ക് അല്പം എണ്ണ തടവിയതിന് ശേഷം ദാ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കി കൊടുക്കാവുന്നതാണ്. ആദ്യം എനിക്ക് തോന്നി നമ്മൾ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയാലോ എന്ന്. പക്ഷെ ഞാനിത് കഴിച്ചേക്കുന്ന ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ്. പിന്നെ ഇരുന്ന് ആലോചിച്ചു എന്ത് ചെയ്താൽ നമുക്ക് ഇതുപോലെ ആക്കി കിട്ടുമെന്ന്. പിന്നെ പതുക്കെ ഒരു സ്പാച്ചുല ഉപയോഗിച്ച് ദാ ഇതുപോലെ ഓരോ സൈഡും ഇങ്ങനെ പ്രസ് ചെയ്ത ശേഷം ഏകദേശം ഞാൻ ആ ഒരു ഷേപ്പിലൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ആക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുത്താൽ മതിയെന്നേ. ഇതെന്തായാലും നമുക്ക് കഴിച്ചാൽ മതിയല്ലോ. എല്ലാം ഇതുപോലെ ഉണ്ടാക്കി കൊടുത്ത ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് ഇത് മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായെന്ന് പറയാൻ ഇതുപോലൊന്ന് ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ മാത്രമേ ഇത് ഇട്ട് കൊടുക്കാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകും. പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളൊന്നും വേഗത്തില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോയി തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കാതിരിക്കാനായിട്ട് നോക്കണം. കാരണം ഇതിന്റെ ഒരു സൈഡ് മൂത്ത് വരുമ്പോൾ മാത്രമേ തിരിച്ചിട്ട് കൊടുക്കാവുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ വിണ്ട് കീറി പൊട്ടിപ്പോകാനായിട്ടൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതിന്റെ ഒരു സൈഡ് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ദാ ഈ ഒരു തിക്നെസ്സില്ലേ, ആ ഒരു തിക്നെസ് ഒക്കെ ഇതിന് മതി. ഒരുപാട് തിക്നെസ് ആയി കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളൊന്നും വേവത്തില്ല. അതുപോലെ ഇത് നല്ല പുറം നല്ല ക്രിസ്പി ആയിട്ട് അകം നല്ല സോഫ്റ്റും ആയിട്ടാണ് ഇരിക്കേണ്ടത്. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഹാഷ് ബ്രൗൺ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന്റെ മുകൾ വശം എല്ലാം നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഉൾവശം നല്ല സോഫ്റ്റും ആണ്. ഇത് ഒരു വട്ടമെങ്കിലും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നിങ്ങൾക്ക് എല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇത് വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. കാരണം ഞങ്ങൾ ഇത് ഒരു വട്ടം കഴിച്ചതിന് ശേഷം എൻ്റെ മോൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കി നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.